വളരെ സന്തോഷമുണ്ട്. 2 മന്ത്രിമാരെ കേരളത്തിന് കിട്ടിയതിൽ, കേന്ദ്രമന്ത്രിമാർ. സുരേഷ് ഗോപിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനം NSSന്റെ ഒരു അംഗീകാരമായിട്ട് കരുതുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ലഭിച്ച മന്ത്രിസ്ഥാനം NSSന് ലഭിച്ച അംഗീകാരമായി കരുതുന്നുണ്ട്. അല്ല, ഞാൻ അങ്ങനൊന്നും പറയത്തില്ല. മന്ത്രിസ്ഥാനം 2 നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത്, കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട്. അത് അവരെ അഭിനന്ദിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ആദ്യം ഇത് താഴെ കൂടെ അല്ലേ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് താല്പര്യമില്ലായിരുന്നു, താങ്കൾ ഫോൺ വിളിച്ചിട്ടാണ് അദ്ദേഹം സമ്മതിച്ചതെന്നൊക്കെ കേൾക്കുന്നു. ശുദ്ധാസംബന്ധം. തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് ഒരു NSSന്റെ ഒരു വിലയിരുത്തലൊന്നും വന്നിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസിനുണ്ടായി വന്നല്ലോ. NSSന്റെ വിലയിരുത്തൽ വന്നല്ലോ. ഇത് അതായത് ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം ശക്തമായ പ്രതിപക്ഷമാണ്. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഇല്ലാതെ പോയതിൻ്റെ ഗതികേട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ടോൺ മാറി എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ജനങ്ങൾക്ക് വളരെ അപ്രീതിയുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും അവർ പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യം വിജയിക്കത്തക്ക രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭരണം അവർക്ക് നടത്തിയാൽ അവർക്ക് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. ബിജെപിയുടെ ഏകാധിപത്യം ഞാൻ പറയത്തില്ല. കാരണം അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. പക്ഷെ നല്ല ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി പ്രതിപക്ഷത്തോട് അല്ല, അങ്ങനെ നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തോട് മാന്യമായിട്ട് പെരുമാറണം. പ്രതിപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കാമല്ലോ. ആ ഒരു കുറവ് ഉണ്ടായിരുന്നു. അതാണ് അവസാന ഘട്ടത്തിലൊക്കെ അനുഭവപ്പെട്ട അത് തന്നെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം, ഒരു സമുദായ നേതാവിന് നേരെ വിവരദോഷി എന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായിരുന്നു. അതിൽ NSSന്റെ ഒരു പ്രതികരണം മാർക്കൂർലോസിനെതിരായിട്ട്. മാർക്കൂർലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? ഇല്ലേ? ആവശ്യമില്ലാതെ കാല് പിടിച്ചാൽ, ആവശ്യമില്ലാതെ കാല് നിൽക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കും. തീർച്ചയായിട്ടും കാണണമല്ലോ. കേന്ദ്രത്തിന്റെയാ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടന്നില്ലല്ലോ. പക്ഷെ അവരും കേന്ദ്രത്തിന്റെ അനുഭവം പഠിച്ചുകൊണ്ട് മര്യാദയ്ക്ക് പ്രതിപക്ഷത്ത് കൂടെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ പ്രവൃത്തി ഇനിയെങ്കിലും മുന്നോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കും ഈ അനുഭവം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്.